എല്ലാവരും ചേർന്ന് അവളെ കണ്ണീര് കുടിപ്പിച്ച് സ്വത്തുക്കൾ എഴുതി മാറ്റൂ അല്ലടാ. എന്തിനാടാ നിനക്കൊക്കെ കൂടുതൽ മണ്ണ്? ഒരു കുഴിക്കുള്ള മതിയടാ നിനക്കും നിന്റെ തറവാട്ടിലെ മുഴുവൻ ചെറ്റകൾക്കും. അറിയാടാ, പരമേശ്വരൻ എന്ന പേരിന് കൊല്ലുന്നവെന്ന് കൂടി അർത്ഥമുണ്ട്. അതോടെ മടിക്കില്ല ഞാൻ. യൂസഫിന്റെ കൂടെ ചേർന്ന് എന്റെ മുമ്പിൽ തല നമ്പർ കളിക്കുന്നതാ തന്തയ്ക്ക് പുറക്കാത്തവനെ. കഴുത്തറുത്ത് കടലിൽ തള്ളും ഞാൻ. നീ ഇത് കണ്ടോ? 15-ാം വയസ്സിൽ ഒരു പൊതി ചോറിന് വേണ്ടി മാട്ടുങ്കയിലെ തെരുവിൽ കത്തി നിവർത്തിയ കൈയാണിത്. പിന്നെ അത് വർഷങ്ങൾ കഴിഞ്ഞു താഴെ വയ്ക്കാൻ. ചോരയിൽ മുങ്ങി ഉണങ്ങി അറുപ്പ് മാറിയ ശേഷം എല്ലാം പിന്നിൽ കുഴിച്ചിട്ട് വെളുത്ത വസ്ത്രം ധരിച്ചടക്കുന്ന പരമേശ്വരനെ കോളിയോടന്മാര് കണ്ടിട്ടുള്ളൂ. നീയൊക്കെ കൂടെ എന്നെ കൊണ്ട് പഴയ വേഷം കെട്ടിക്ക് വരടാ. എവിടെടാ തമ്പി? തമ്പി എല്ലാം അങ്ങേര് പറഞ്ഞിട്ടാണ്. യൂസഫ് ഷായും പുള്ളിയും കൂടെ പ്ലാൻ ചെയ്തതിന് എന്നെ കൂട്ടു നിർത്തുകയായിരുന്നു പരമേശ്വരൻ. പ്രോപ്പർട്ടീസ് തമ്പിച്ചേട്ടന്റെ പേർക്ക് എഴുതി വെച്ചു. അതിന്റെ അഡ്വാൻസായി 1 കോടി രൂപ യൂസഫ് എനിക്ക് തന്നു. വീട്ടിൽ സൂക്ഷിക്കുന്നത് സേഫ് അല്ലാത്തതുകൊണ്ട് ഹോട്ടലിൽ സൂക്ഷിക്കാൻ യൂസഫ് എന്നോട് പറഞ്ഞു. 1 കോടി ഹോട്ടലിൽ വെക്കാൻ പറഞ്ഞോ? നന്ദന്റെ ഓഫീസ് റൂമിലെ ബ്യൂറോയിലുണ്ട്. പ്ലീസ് സർ. മാഡം, ഇത് ചതിയാണ്. അവൻ നിരപരാധിയാണ്. ഓ, ഇയാളുടെ ബ്രദറിലാണല്ലോ ഇവൻ. കൊള്ളാം, ക്വൈറ്റ് നാച്ചുറൽ. ഗോൾഡ് സ്മഗ്ലറുടെ അളിയൻ കള്ളനോട്ട് ഇടപാട് നടത്തുന്നു. ഇനി ആരൊക്കെയുണ്ട് തന്റെ ബന്ധുക്കൾ, അണ്ടർവേൾഡ് ആക്ടിവിറ്റീസുമായി ജീവിക്കുന്നവർ? മാഡം, ഇതിന്റെ പിന്നിൽ മറ്റാളുകളുണ്ട്. എനിക്ക് തെളിയിക്കാൻ കഴിയും. വിത്ത് പ്രൂഫ്സ്. ഗെറ്റ് ലോസ്റ്റ് വിത്ത് യുവർ ബ്ലഡി പ്രൂഫ്സ്. 1 കോടി രൂപയുടെ കള്ളനോട്ടുകളാണ് അവന്റെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തത്. ബാക്കി കഥകൾ ഞാൻ അവനെ കൊണ്ട് പറയിച്ചോളാം. ഇൻസ്പെക്ടർ, അവൻ എന്റെ ഓഫീസിൽ കൊണ്ടുവാ. ധൈര്യമായിട്ടിരിക്കെ, ഞാനുണ്ട്. ഞാൻ മാനേജ് ചെയ്തോളാം. മിസ്റ്റർ പരമേശ്വരൻ, വെറും 4 വർഷത്തിനുള്ളിൽ ഈ നഗരത്തിലെ ബിഗ് ഷോട്ട്സിന്റെ ലിസ്റ്റിൽ കയറി പറ്റിയ ഒരു പ്രോപ്പർ ബാക്ക് ഹിസ്റ്ററി ഇല്ലാത്ത പരമേശ്വരൻ എന്ന പകൽ മാന്യന്റെ ഇമേജ് വെട്ടിക്കീറി പരിശോധിക്കാൻ ഇതൊരു കാരണമാവുമെങ്കിൽ, അതുവഴി ചില സത്യങ്ങൾ പുറത്തു വരുമെങ്കിൽ എങ്കിൽ കൊള്ളാം അല്ലേ? ലെറ്റ്സ് സീ. അവൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാനിപ്പോ. കൊണ്ടുപോകുന്ന ആരെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? ഇൻട്രോഗേഷന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും അവന്റെ ദേഹത്ത് കൈവച്ചാൽ വെക്കുന്നത് ആരായാലും 2 കാലും ഇല്ലാതെ എവിടെയെങ്കിലും പെട്ടിക്കടയിട്ട് മുറുക്കൻ കച്ചവടത്തിൽ ഇരിക്കേണ്ടി വരും ഇനിയുള്ള കാലം. മനസ്സിലായ പറഞ്ഞ് വെക്കാം. പക്ഷേ നിന്റെ ചേട്ടൻ വന്ന് അനുവാദം വാങ്ങാൻ ഞാൻ നിന്നെ കെട്ടിക്കൊണ്ടു വന്നല്ല. യു ഗെറ്റ് മീ. നിന്ന് ചിണുങ്ങാതെ വണ്ടി കയറി കേറ്. ഈ മഹാഭാവം ചെയ്യല്ലേ. സർ, ഷീ ഈസ് അണ്ടർ അറസ്റ്റ്. കാര്യം ഫേക്ക് നോട്ട്സ് കൈവശം വെച്ചതിനാ ഇവളുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത്. അത് വന്ന സോഴ്സ് അറിയാൻ ഇവളെ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റൂ. സർ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. തന്നെ കൊണ്ട് വല്ലതും പറയിക്കാനുണ്ടെങ്കിൽ അത് വഴിപോലെ എനിക്കറിയാം. ഇപ്പൊ തൊലിക്കണ്ട. ഇവളുടെ പേരിലുള്ള പ്രോപ്പർട്ടീസ് വിറ്റതിന്റെ അഡ്വാൻസ് തുകയാണ് പിടിച്ചെടുത്ത 1 കോടി രൂപയുടെ കള്ളനോട്ടുകൾ. അത് സത്യമാണെന്ന പയ്യൻ സമ്മതിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇവളെ ഞങ്ങളൊന്ന് കൊണ്ടുപോകണ്ടോ? വേണ്ടടോ? കോൺസ്റ്റബിൾസ്, ടേക്ക് കെയർ. അയ്യോ, എന്തായത്? എന്താടോ സ്വാമി ഇത്? ഞാൻ എന്താടോ കണ്ടത്? എന്റെ പപ്പയെ പോലീസുകാർ പിടിച്ചുകൊണ്ടുവന്നത് താനും കണ്ടില്ലടോ. ഇതിനാണോ ഞാൻ അവളെ പൊന്നുപോലെ പൂച്ചി വളർത്തിയത്? ഇതവൾ അനുഭവിക്കേണ്ടതാണോ? ഞാൻ കാരണം, ഞാൻ എന്റെ തെറ്റുകൾ. തമ്പി ഇവിടെ തന്നെയുണ്ട്. കേന്ദ്ര സഹമന്ത്രി ശിവാജി റാവു ഇല്ലേ, ആ ബാംഗ്ലൂരുകാരൻ ഫ്രോഡ്, അവന്റെ ഗസ്റ്റ് ഹൗസിൽ തമ്പിയുണ്ട്.
ഏത് നരകത്തിലായാലും അവനെ എനിക്ക് വേണം. വണ്ടി എടുക്കണ. क्या रे? मुझे पहचाना नहीं? मैं शिवाजी राव का पुराना दोस्त हूँ. वो अंदर है. चलो. तंबी. कौन हो तू? मेरा बंगला का अंदर आने को ताकत कहां से मिला? क्या समझा तू? मैं शिवाजी राव हूं, गरीब ब्लॉक का एक ही मंत्री, सिर्फ एक लायक हूं. मेरे साथ खेलेगा ना, तेरे को खत्म करूंगा, समझा? कुट्टी कृष्णा. एंदे तो तुम बोलता बोलता കോപ്പിലെ ബോൾത്ത 60ന്റെ മിഡിലിൽ മട്ടന്നൂരിൽ നിന്ന് മംഗലാപുരത്തെത്തി കരിക്ക് കച്ചവടം നടത്തി കാർവാർ വഴി ബോംബെയിലെത്തി നാരൂഭ എന്ന വ്യഭിചാരപ്പുര മുതലാളിയുടെ കയ്യാളായി കൂട്ടിക്കൊടുപ്പിന്റെ നല്ല കൃഷിയിടം രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് കൊഴുത്ത് മുറ്റിപ്പൊങ്ങിയ പന്നി. നിനക്ക് ഗോസായി ഭാഷയിലെ നാക്ക് വളയ്ക്കാൻ കഴിയൂ അല്ല? ഉസ്താദ് എന്തു വേണം പറ, ഞാൻ എന്തു വേണം? നിന്റെ കാലിനടിയിൽ അഭയം തേടി വന്ന പട്ടിയെ എനിക്ക് വേണം. തമ്പിയെ. തമ്പി സേതു, get him. മാറാ. What the hell? ഇവനാണ് തമ്പി. കള്ളക്കമ്മട്ടത്തിൽ മഹാത്മാവിന്റെ മുഖമുള്ള നോട്ടുകൾ അടിച്ച് വിതരണം ചെയ്യുന്ന മാഫിയ ഗ്രൂപ്പിന്റെ ആടുതല്ലി. സത്യം പുറത്തു കൊണ്ടുവരാൻ പ്രാപ്തിയുള്ളവരുണ്ടെങ്കിൽ ശ്രമിച്ചോക്ക്. കുറെ ഉണ്ടോ ഇവനൊക്കെ പറയാൻ? തനിക്ക് ആരും അങ്ങോട്ട് കയറി വരാൻ അനുവാദം തന്നെ? എടാ, ആരോട് ചോദിച്ചിട്ട് കാര്യം ഇങ്ങോട്ട് എഴുന്നള്ളിയെന്ന്? മാഡം വർമ്മ, ഈ മുഖം ദർശിക്കാൻ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാൻ എനിക്ക് സമയവും സൗകര്യമില്ലായിരുന്നു. ഞാൻ കയറി വന്ന വർഷാവർമ്മയുടെ കിടപ്പറയിലേക്കൊന്നും അല്ലല്ലോ. ഇത് നിങ്ങളുടെ ഓഫീസ് കം റെസിഡൻസ് ആയതുകൊണ്ടാണ്. ഇവൻ ഈ നാട്ടിൽ നിന്ന് മുങ്ങിയനെ. പിന്നെ മുസോറി ട്രെയിനിങ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ എല്ലാവരും കൂടെ വിചാരിച്ചാലും ഇവനെ പിടികിട്ടില്ല. താൻ പോലീസിന്റെ പണി ചെയ്യണ്ട, അതിനോട് ആളുണ്ട്. ആരാണ്? നിങ്ങളാണോ സാർ? ഇല്ല, എനിക്കിവനെ പിടികിട്ടിയത് ഒരു കേന്ദ്രമന്ത്രി പൊങ്ങവന്റെ കട്ടിലിന്റെ അടിയിൽ നിന്നാണ്. പാവപ്പെട്ട നിങ്ങളൊക്കെ വിചാരിച്ചാൽ അവിടം വരെ കയറി ചെല്ലാൻ കഴിഞ്ഞേക്കും. പക്ഷെ നീട്ടിപ്പിടിച്ചൊരു സല്യൂട്ട് അടിച്ചിട്ടെങ്കിൽ തിരിച്ചു പോരണം. അക്കാര്യത്തിൽ നിങ്ങളുടെ വർഗത്തോട് എനിക്ക് സഹതാപമുണ്ട്. ലോക്കൽ സിനിമകളിലെ പോലീസ് ഹീറോമാരെ അനുകരിച്ച് മസിൽ പിടിച്ച് ഇംഗ്ലീഷ് പറഞ്ഞിട്ടൊന്നും നീതിന്യായ വ്യവസ്ഥിതികൾ ഈ നാട്ടിൽ പരിരക്ഷിക്കപ്പെടുകയില്ല. മിസ്റ്റർ പരമേശ്വരൻ, യു മേ ഗോ നൗ. നോ നോ. എന്റെ അനിയത്തിയും അവളുടെ ഭർത്താവും ചെയ്യാത്ത കുറ്റത്തിന് ലോക്കപ്പിൽ കിടക്കാണ്. എനിക്ക് അവരെ വിട്ടുകിട്ടേ പറ്റൂ. ഇവനാണ് അകത്ത് കിടക്കേണ്ടവൻ. ലുക്ക്, നിങ്ങൾ ആദ്യം മുറിവിട്ട് പോണം. ഞങ്ങൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. ഐ എം ആസ്കിംഗ് യു ടു ഗെറ്റ് ഔട്ട്. ഞാൻ പുറത്തുണ്ടാവും, പക്ഷേ അവരെയും കൊണ്ട് ഞാൻ പോവും. കുഞ്ഞിപ്പാലു സ്ഥലത്തെത്തിയ പുള്ളിക്കാരൻ ട്രിവാൻഡ്രത്തേക്ക് വിളിച്ചു കഴിഞ്ഞു. താമസിയാതെ കമ്മീഷണർക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടും. ഈ കമ്മീഷണർ ഈഗോ പാർട്ടിയാണെന്നേ ഉള്ളൂ, കറക്റ്റഡ് അല്ല. മറ്റാർക്കും വേണ്ടി ആക്ട് ചെയ്യുന്നതല്ല അവര്. എന്തായി? എന്താവണം? എന്റെ പെങ്ങളും ലോക്കപ്പിലാ. നീയൊക്കെ കൂടെ കാണിച്ച് തന്തയില്ലായ്മയ്ക്ക് അവൾ കണ്ണീര് കുടിക്കുക. അപ്പോ എന്റെ മുമ്പിൽ കാണരുത്. ഇല്ല പരമേശ്വരൻ, ഞാൻ മൊഴി കൊടുക്കാനാണ് വന്നത്, കമ്മീഷണറെ കാണാൻ. തമ്പിയെ കുറിച്ചും യൂസഫിനെ കുറിച്ചും എനിക്ക് അറിയാവുന്നതെല്ലാം ഞാൻ പറയാം. നന്ദനും പപ്പയും പുറത്തു കൊണ്ടുവരാൻ ഇനി ഞാൻ അകത്ത് കിടക്കണമെങ്കിൽ അതിനും ഞാൻ തയ്യാറാ. ഹലോ ജി സാബ്, ബോംബെ. हेलो. हाँ, अच्छा. नहीं नहीं, मैं करूँगा. യൂസഫ് സ്ഥലത്തുണ്ട്. ഫാൽക്കൺ മെറൈൻസിന്റെ സീ സൈഡ് ഗസ്റ്റ് ഹൗസിൽ തപ്പിക്കോ, അല്ലെങ്കിൽ എയർപോർട്ട്. ഷാർജ ഫ്ലൈറ്റിൽ അവൻ പോകരുത്. അവനെ എനിക്ക് കിട്ടിയിരിക്കണം. സർ വാ. ബോംബെയിൽ പോലീസ് കമ്മീഷണറായിരുന്ന ദേവൻ വർമ്മയുടെ. അതെ, ഇവിടെ വർഷ മോളാണ്. സുഖം. അമ്മ, അമ്മ എന്താ അയാളോട് സംസാരിച്ചത്? ഡു യു നോ ഹു ഈസ്? ഓ, മറക്കാൻ കഴിയില്ല. നിന്റെ അച്ഛനെ കൊന്നവരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചത് ആ മനുഷ്യനായിരുന്നു. അയാളില്ലായിരുന്നെങ്കിൽ എന്റെ മോൾ അനാഥയായി പോകുമായിരുന്നു. ഓ ഗോഡ്, ഉസ്താദ്, അയാളാണോ ഇത്?
ഓ കൺട്രോൾ റൂം, ഞാൻ കമ്മീഷണറാണ്. ഏട്ടാ ഏട്ടാ എക്സ്ക്യൂസ് മീ. എന്നോട് ക്ഷമിക്കണം. എനിക്കറിയില്ലായിരുന്നു. എനിക്ക് എന്റെ അമ്മയെങ്കിലും തിരിച്ചു കിട്ടിയതിന് കാരണക്കാരനായ നിങ്ങളോട് ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. It's all right. You are doing your duty. വെറുപ്പായിരുന്നു എനിക്ക്. മുന്നിൽ വരുന്ന ക്രിമിനൽസ് എല്ലാവരെയും എന്റെ ശത്രുക്കളായി ഞാൻ കണ്ടു. എല്ലാവരുടെയും മുഖത്ത് ഞാൻ എന്റെ അച്ഛന്റെ കൊലയാളികളെയാണ് കണ്ടത്. സോറി. അനിയത്തിയും മിസ്റ്റർ നന്ദനെയും നിങ്ങൾക്ക് കൊണ്ടുപോകാം. തമ്പി എല്ലാം സമ്മതിച്ചു കഴിഞ്ഞു. യൂസഫിനെ ഞങ്ങൾ പൊക്കിക്കോളാം. Wish you good luck. പക്ഷെ കിട്ടാൻ വഴിയില്ല. അവൻ എന്റെ കയ്യിലേ വന്ന് വീഴൂ. സി മാഡം. സ്വാമി, ഇവരുമായിട്ട് വീട്ടിലേക്ക് പോകും. നമുക്ക് ഒരുമിച്ച് പോവാനായിട്ട് ഞാൻ പുറകെ വരാം. എനിക്ക് കുറച്ച് ജോലിയുണ്ട് മോളെ. ചെല്ലേ.